നമ്മൾ ഈ ആഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ ലിമിറ്റ് വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ആഗ്രഹിക്കുക എന്നത് ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണല്ലോ. ഇത്ര വരെ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഫർദർ സ്റ്റെപ്സുകളിലേക്ക് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമെന്നല്ലേ ഉള്ളൂ. അതിനാവശ്യമായ മരുന്നുകൾ നമ്മളെ കയ്യിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കണം. നമുക്കൊക്കെ അറിയുന്നൊരു സ്വഹാബിയാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രമുഖരായ കുറേ സ്വഹാബികൾ ഇരിക്കുന്ന സദസ്സിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, നബിയെ എനിക്കതിൽ ഉൾപ്പെടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് പറയുമ്പോൾ പ്രമുഖരായ കുറേ സ്വഹാബികളുടെ ഇടയിൽ ഞാനത് എങ്ങനെ ആഗ്രഹിക്കാനാണ്, എനിക്കെന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് എന്നൊക്കെ ചില കോംപ്ലക്സുകളിലേക്ക് ഉക്കാശ റളിയല്ലാഹു പോകാമായിരുന്നല്ലോ. പക്ഷേ അവിടെ ആഗ്രഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗ്രഹം പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു അത് പാസ്സാക്കി കൊടുത്തു. ഇങ്ങനെ ഭൗതികമായും നിരവധി നേട്ടങ്ങൾ കൊയ്ത ആളുകളെ നമുക്ക് മുമ്പിലൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു വലിയ നേട്ടത്തെ ആഗ്രഹിക്കുക എന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിലവിൽ നാം അനുഭവിക്കുന്നതും നേടിയതുമെല്ലാം പടച്ച റബ്ബ് തന്നതാണല്ലോ. അവനും അവൻ്റെ കഴിവും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ആഗ്രഹിക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല. വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, കൂടെ അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളും.